വീഡിയോയിലൂടെ എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ചക്രവർത്തിൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ ആട്ടോ. അപ്പോൾ അതിനോട് നമ്മൾ ചെറുതായിട്ട് ഒരു ചെറിയൊരു ഡെക്കറേഷൻ ഒക്കെ നടത്തിയിട്ടുണ്ട് കേട്ടോ. ഹാപ്പി ബർത്ത്ഡേ ഒക്കെ ചെയ്തിട്ട്. അപ്പോൾ നമുക്ക് പിറന്നാൾ കഴിഞ്ഞ് 4-ാം തീയതി നടത്തിയില്ല. അപ്പോൾ നമ്മൾ സൺഡേക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു പ്രോഗ്രാം വെച്ചിട്ടുണ്ടായിരുന്നത്. എല്ലാവർക്കും കൂടാതെ വേണ്ടിയിട്ടാണ്. അപ്പോൾ വലിയ ഒരുക്കങ്ങളൊന്നുമില്ല, അത് ചെറിയ രീതിയിൽ ഒരുക്കങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ. ഒരുക്കിയിട്ടൊന്നുമില്ല, കാരണം നമ്മളിപ്പോൾ എല്ലാവരും വന്നതിന് ശേഷം കേക്കൊക്കെ കട്ട് ചെയ്യുന്ന സമയത്ത് ഒരുക്കാന്ന് വെച്ചിട്ടായിട്ട് നമ്മൾ അങ്ങനെ ഒരുക്കിയിട്ടൊന്നുമില്ല. പിന്നെ നമ്മൾ ചേട്ടൻ റെഡി ആയിട്ടുണ്ടെങ്കിൽ ചേട്ടൻ നമ്മൾ കാണിച്ചാൽ കേട്ടോ. അയ്യോ എന്നെ കാണിക്കുന്നില്ല, സുന്ദരിയായിട്ടുണ്ട്. എടുക്കണമെന്നില്ല ചേടാ, അതൊക്കെ വെക്കിട്ടാ ഡി അങ്ങനെ തന്നെ. അമ്മയുടെ ഒരുങ്ങലൊക്കെ കഴിഞ്ഞിട്ടോ. നോക്കട്ടമ്മ ഒരു സാരി എടുത്ത് കൊടുക്കാൻ പറഞ്ഞപ്പോൾ ഒരു സാരി എടുക്കാൻ വയ്യ. അപ്പോൾ മാക്സി എന്നാൽ വേണ്ട പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ ഒരു ചുരിദാർമൊക്കെ എത്തിച്ചിട്ടാ ഫോട്ടോ എടുത്തരാം. എല്ലാവരും വിളിച്ചു ചേച്ചിക്ക് എന്താ പാട്ടിന് എന്താ ഇറങ്ങൂഞ്ഞ അന്നെടുക്കല്ലേ അയ്യോ. നമ്മുടെ സുന്ദരനെ നോക്കട്ടെ ഡ്രസ് മാറ്റണ്ടേ? ആരാ വന്നിട്ടുണ്ടല്ലോ. കടന്നു വരൂ. അപ്പോൾ നമ്മുടെ ചക്കരയ്ക്ക് ഇടാനുള്ള ഡ്രസ്സൊക്കെ ഇവിടെ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പുതിയ ഷൂസും ട്രൗസറും ഷർട്ടും അതേപോലെ ഒരു വാച്ചൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ അവന് ഇടാൻ വേണ്ടിയിട്ട്. അത് നമ്മൾ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഞാൻ ചക്കരേനൊക്കെ ഒന്ന് ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. കേക്ക് കട്ടിൻ്റെ ടൈം ആയിട്ടുണ്ട്. അപർണേ അതുകൊണ്ടാക്കിക്കോ. ഇത് മെഴുതിരി മേടിച്ചില്ലേ? പുറത്തേക്ക് അതല്ലേ വെച്ചിരുന്നോ? അല്ല വീഡിയോ ഓണാക്കി എടുക്കട്ടോ. നന്നായിട്ട് ക്യാമറ പിടിച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് പിടിക്കില്ല. വേണ്ട ഹാപ്പി
മേശയുടെ കുറച്ച് നീക്കണം ആയി കൊടുക്ക എങ്ങനെ ഇരിക്കുന്നു നോക്ക് എന്താ അമ്പ്രു പറഞ്ഞ അമ്പ്രു നോക്കായവിടെ ആ അത് നോക്കട്ടെ ക്യാമറമാൻ ഞാന് വണ്ടി അല്ലേ ആരില്ല അപ്പോൾ കേക്ക് കട്ടിങ് കഴിഞ്ഞ ശേഷം മേനും പാപ്പനും കൂടി വാങ്ങിച്ചു കൊടുത്താട്ടോ അവന് ഈ ഒരു വണ്ടി. അപ്പോൾ അത് പുറത്തേക്ക് ഇറക്കി പാപ്പനും കുട്ടിയും കൂടിയിട്ട് ഒന്ന് ഓടിച്ചു നോക്കലാട്ടോ അവരുടെ പണി. ഇത് ഞാൻ ഓടിക്കുന്നു. വണ്ടിയാ എന്ത് വണ്ടിക്കാരന് വണ്ടികളോട് വണ്ടി ഇതൊക്കെ എവിടെ കൊണ്ടുപോയിടുന്നു ഞാനിത് അച്ഛനൊരു കൊണ്ടെടുക്കായിരുന്നു. കേക്ക് കട്ടിങ് കഴിഞ്ഞു. എല്ലാ പരിപാടിയും കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഫുഡ് കഴിക്കാൻ നോക്കുകയാണ് കേട്ടോ. അപ്പം നമ്മളിതാ ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളങ്ങനെ കാറ്ററിംഗായിട്ട് ഏൽപ്പിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ ബിരിയാണിയും റൈസും ചിക്കനും സെപ്പറേറ്റാണ് കേട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇനിയിപ്പോൾ ആരെങ്കിലും കഴിക്കാൻ ഇഷ്ടമില്ലായി കണ്ടുവച്ചാൽ നമുക്ക്
കുഴപ്പമില്ലല്ലോ ഇങ്ങനെ. അപ്പം അങ്ങനെ അതാ നമ്മുടെ ഒരു ടീമുകാർ ഫസ്റ്റ് ഇരുന്നിട്ടുണ്ട് കേട്ടോ. മ്യൂസിക്കൽ കഴിഞ്ഞതിന് ശേഷം ഇനി അടുത്ത ടീമായിട്ടാകുമ്പോൾ നമ്മൾ പന്തലൊന്നും ഇട്ടിട്ടില്ല, ഉള്ളിൽ തന്നെ കുറച്ച് ആളല്ലേ ഉള്ളൂ. അപ്പോൾ ഉള്ളിൽ നമ്മൾ കഴിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. എൻ്റെ ഫ്രണ്ട്സും അവരുടെ വൈഫും അങ്ങനെ കൂട്ടുകാരൊക്കെ കേട്ടോ ഇരിക്കുന്നത്. പിന്നെ രണ്ടാഴ്ച എണീറ്റ് പോയി. അപ്പോഴാണ് പിന്നെ ഞാൻ വീഡിയോ എടുക്കാനുള്ള കാര്യം ഓർമ്മ ഉണ്ടായിരുന്നത്. പിന്നെ അമ്മായി ഇരുന്ന് കഴിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ചക്കരയ്ക്ക് ഫുഡ് കൊടുക്കുന്നുണ്ട്. ഫുഡ് കഴിക്കാൻ നല്ല മടിയാണ്. അപ്പോൾ വണ്ടികളൊക്കെ കാണുമ്പോഴാണ് മൂപ്പരാൾ എന്തെങ്കിലുമൊക്കെ കഴിക്കാറ്. അപ്പോൾ വണ്ടി കിട്ടിയതിൽ ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്. വണ്ടിയിൽ കയറി ഇരുന്നിട്ടൊക്കെ. ഇപ്പോൾ അവൻ്റെ കൺഫ്യൂഷൻ എന്താ വെച്ചാൽ ഏത് വണ്ടിയിൽ ഇരിക്കണം എന്നാണ് കേട്ടോ. പിന്നെ ഒന്നാം പിറന്നാൾ കഴിഞ്ഞപ്പോൾ നമ്മൾ വണ്ടിയൊന്നും വാങ്ങിയിട്ടില്ല. കഴിഞ്ഞതിന് ശേഷം നമ്മൾ സൈക്കിൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ അതവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ വീട്ടിൽ നിന്ന് അതായത് സ്കൂട്ടർ ചെറിയൊരു ഇങ്ങനത്തെ വണ്ടി വാങ്ങിയിട്ടുണ്ട്. പിന്നെതാ അവൻ്റെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞു. നമ്മളെല്ലാവരും അത് ശരി. മാന്തി വിട്ടാന്ന് ഇത് രണ്ടും ഒന്നല്ലേ? ഞാനാ മക്കള് കാണും. ഫുഡൊക്കെ കഴിക്കൽ കഴിഞ്ഞപ്പോൾ വീട്ടിൽ നിന്ന് 2 കൂട്ട് ഡ്രസ്സ് കൂടി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിലത്തെ ഒരു കൂട്ട് ഡ്രസ്സ് ഞാൻ ഇട്ട് കൊടുക്കണം കേട്ടോ. അവന് പാൻറ്റും ഷർട്ടൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോഴത്തെ മോഡൽ എന്താ പാൻറ്റ് പാരഷൂട്ട് ബൈക്കുക എന്തൊക്കെ പേരുള്ള ഓരോ മോഡലൊക്കെ ഇറങ്ങിയിട്ടുണ്ടല്ലോ. അപ്പോൾ അതാണ് കേട്ടോ അവന് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മൂപ്പർക്ക് ഞാൻ അതൊക്കെ ഇട്ട് കൊടുക്കരുന്നേ. അമ്മ മരിക്കട്ടെ, ഇതിലമ്മ മരിക്കട്ടെ. അമ്മ വണ്ടി ഇവിടേക്ക് നോക്കി. മുട്ടായി വാങ്ങിച്ചു തരാൻ പറയും. അതൊക്കെ അടക്കി വണ്ടി പോവും. കിട്ടിയേ വീണ ഓഫ് റോഡ് പോണതാണ്. പിന്നെ ഇതാ ഞങ്ങൾ ഈവനിങ് ഒന്ന് പുറത്തേക്ക് പോകാമെന്ന് വെച്ചിട്ടോ. അപ്പോൾ ചേട്ടനും ചിന്തം കൂടിയിട്ട് ഇങ്ങനെ സ്കൂട്ടിയിലാണ് വരുന്നത് പറഞ്ഞു. അപ്പോൾ ഞങ്ങളെല്ലാവരും കാറിൽ കയറിയിട്ടോ. അപ്പോൾ അവരിതാ നമ്മുടെ ബാക്കിൽ ഇങ്ങനെ വെച്ച് പിടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ ചെന്ന് നമ്മുടെ വെള്ളിയങ്കലിലാണ് കേട്ടോ. വെള്ളിയങ്കൽ പാർക്കിലേക്ക് കയറിയില്ല, നമ്മൾ പുഴയ്ക്കാണ് കേട്ടോ പോയത്. അപ്പോൾ വെള്ളമൊക്കെ ഉണ്ട്, വലിയ രീതിയിൽ വെള്ളമൊന്നുമില്ല, എന്നാലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വെള്ളമില്ലാത്ത സ്ഥലത്ത് കേട്ടോ പോയത്, കാരണം കുട്ടീനൊക്കെ ആയിട്ട് പോവല്ലേ.
ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ പാർക്കിലൊക്കെ നല്ല തിരക്കാണ് കേട്ടോ. ഉള്ളിൽ കയറാൻ പറ്റാത്ത രീതിയിൽ തിരക്കാണ്. പിന്നെ അതേപോലെ ഈ പുഴയ്ക്ക് ഇറങ്ങിയാലും കാണട്ടെ ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട്. സൺഡേസിലൊക്കെ കൂടുതൽ ആൾക്കാർ ഇങ്ങനെ കാണുമല്ലോ. അപ്പം നമ്മളിത് അവിടെ ഇങ്ങനെ വണ്ടി ഇറങ്ങി നടക്കുമ്പോൾ നമ്മൾ ചക്രകൂട്ടം വണ്ടിയിൽ ഇരുന്നിട്ട് തന്നെ ഉറങ്ങിയിട്ടോ. കല്ല് കടിച്ചു ബാക്ടീരിയകളൊന്നും ഉണ്ടായില്ല. ഒന്നും ചൂടാക്കണം എന്നല്ലേ. ഓ പരദീനോ നിക്കണം. അവിടെ നിന്ന് ഇങ്ങോട്ട് എക്സ്ചേഞ്ച് നെല്ലിക്ക. ഹലോ ഗൈസ്, ഒരു വെള്ളിയങ്കല്ലിൻ്റെ അവിടെ അന്തം വിട്ട് നിൽക്കുകയാണ് ഗൈസ്. തേനെല്ലിക്കാണ് തിന്നുന്നത്. ഉണ്ടോ നക്കിയ തേനെല്ലിക്കയുടെ പകുതി പോലും മേടിച്ച് തിന്നെയാണ് ഗൈസ്. തൊട്ടപ്പുറത്ത് പൈനാപ്പിളും അരിനെല്ലിക്കും തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സ്വയം തിന്നുകയാണ് ഗൈസ്. അവിടെ ഡാം തുറന്നോ? കൃഷ്ണാലയും ഉണ്ണി ഉറങ്ങി. അപ്പോൾ ഉണ്ണീനെ ഉറക്കുകയാണ്. എൻ്റെ കസ്റ്റമർ കെയറിൻ്റെ കോൾ വന്നപ്പോൾ എടുത്തിട്ട് വെറുതെ സംസാരിക്കുന്ന പോലെ ആക്ട് ചെയ്യാണ് ഗൈസ്. ജിത്തോളൻ അതാ പൈനാപ്പിൾ കഴിക്കുകയാണ് ഗൈസ്. ഇതെന്താ റൈഡിൽ പിടിച്ച ആൾക്കാരെ പോലെ. ഇതാണ് നേരത്തെ പൈനാപ്പിൾ കണ്ട ഇത്രയും ആക്രാന്തം വേറെ ആൾക്കുണ്ടോ നമുക്ക് തോന്നുന്നില്ല ഗൈസ്. ഡോണല്ലേ ഇതാണ് ചിന്തേട്ടൻ. ഇന്ന് മൊത്തം ഇന്റെ സൗണ്ട് കേൾക്കില്ലല്ലോ. എല്ലാരും ഇഷ്ടത്താ. അത് കല്ല് പെറുക്കുക. ഒന്നിതാ പോണു. ഞണ്ടിനെ പിടിക്കാൻ പോവുക. അത് സാറില്ല. നിങ്ങൾ വേറെ ചവച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ആ തുമ്പി തുമ്പി ചവിട്ടണതന്നെ പറഞ്ഞു തന്നില്ല. ഏതാണ് ഈ നീർക്കൊലി പോലല്ലേ? അയ്യോ അവ പിന്നെ ഞങ്ങൾ ലാസ്റ്റ് കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. കുറേ വീഡിയോസൊക്കെ എടുത്തു. അതിൽ ഒരെണ്ണം മാത്രം ഞാൻ ഇവിടെ കാണിക്കണുള്ളൂ കേട്ടോ. അങ്ങനെ കുറേ വീഡിയോസൊക്കെ എടുത്തു. നമ്മുടെ ഇന്നത്തെ ദിവസം അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പം നമുക്ക് നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. എന്താ പറയുക, നമ്മുടെ ഈ ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ പുതിയ നോട്ടിഫിക്കേഷൻസൊക്കെ ലഭിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോസിന് എന്തെങ്കിലും അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പുതിയ വീഡിയോയുമായി വീട്ടിൽ വരുന്നതായിരിക്കും. ബൈ.